തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു സ്പെഷ്യലായിട്ടുള്ള നോൺ വെജ് ഭക്ഷണത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. ഇപ്പോൾ എൻ്റെ ഡയറ്റിൽ ഞാൻ മെജോറിറ്റി വെജിറ്റേറിയനും മൈനോറിറ്റിയാണ് നോൺ വെജ്. അപ്പോൾ ഞാൻ മൈനോറിറ്റി നോൺ വെജ് കഴിക്കുമ്പോൾ തിരഞ്ഞെടുത്ത ഒരു നോൺ വെജ് ഭക്ഷണം, അതായത് എൻ്റെ നോൺ വെജിലുള്ളത് എഗ്ഗും ഫിഷും മാത്രമാണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഒരു ഭക്ഷണം ഒരു പ്രത്യേക നോൺ വെജ് ഭക്ഷണം ഞാൻ ടാർഗറ്റ് ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഭക്ഷണം ഞാൻ അങ്ങനെ കഴിക്കണമെങ്കിൽ ആ ഭക്ഷണത്തിൽ എന്തെങ്കിലും വേണമല്ലോ, അല്ല വെറുതെ കഴിക്കത്തില്ലല്ലോ, എനിക്ക് അതിന് കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് വേറെ ഒന്നുമല്ല, ലിവറാണ്. ഞാൻ കഴിക്കുന്നത് ചിക്കൻ ലിവറാണ്. അപ്പോൾ ഞാൻ ചിക്കൻ ലിവറിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഞാൻ ചിക്കൻ ലിവർ കഴിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ഈ ചിക്കൻ ലിവർ എന്ന് പറയുന്നത് ആ ഒരു ഭക്ഷണം ഈ ഭൂമിയിലുള്ള ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഈ ചിക്കൻ ലിവർ എന്ന് പറയുന്നത്. അതായത് ഒരു ലിവർ ഒരു ലിവർ 50-60 ഗ്രാം കാണുമെങ്കിൽ അതിൽ തന്നെ വലിയ അളവിൽ വിറ്റാമിൻസും മിനറൽസും അടങ്ങിയിട്ടുണ്ട്. പിന്നെ പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്, വലിയ അളവിലല്ല, പക്ഷെ വിറ്റാമിൻസും മിനറൽസും ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ലിവർ ഞാൻ വല്ലപ്പോഴേ കഴിക്കുകയുള്ളൂ. അതായത് ആഴ്ചയിൽ ഒരിക്കലും ഒരു 100 ഗ്രാമേ കഴിക്കുകയുള്ളൂ. 100 ഗ്രാം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ലിവർ എടുക്കുമ്പോൾ തന്നെ ഒരു 50-60 ഗ്രാം കാണും. അതായത് ഒരു ലിവറും അതിൻ്റെ കുറച്ച് ഭാഗവും കൂടെ അതായത് രണ്ടും തന്നെ വേണ്ട, 1.5 കഴിക്കുമ്പോൾ തന്നെ ഏകദേശം 100 ഗ്രാം ആവും. അത്ര കുറച്ച് കഴിച്ചാൽ മതി. അപ്പോൾ അത് ഒരാഴ്ചയിൽ ഒരിക്കലാണ് ഞാൻ കഴിക്കുന്നത് 100 ഗ്രാം ഈ ചിക്കൻ ലിവർ. അപ്പോൾ അത് കഴിക്കാൻ കാരണം പ്രധാനമായിട്ട് വിറ്റാമിൻ എ ഡെഫിഷ്യൻസി വരാതിരിക്കാനാണ് ഞാൻ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ആഴ്ചയിൽ 100 ഗ്രാം ഒരാഴ്ചയിൽ കഴിക്കുന്നത്. അതേസമയം എല്ലാ ദിവസവും അത് കഴിക്കാൻ നിന്ന വിറ്റാമിൻ എ ടോക്സിസിറ്റി വരും. അതായത് വിറ്റാമിൻ എ എന്ന് പറയുന്നത് ഫാറ്റ് സോളബിൾ വിറ്റാമിനാണ്. അപ്പോൾ വിറ്റാമിൻ ഡി, വിറ്റാമിൻ ഇ, വിറ്റാമിൻ കെ, അതുപോലെ ഇപ്പോൾ പറഞ്ഞ വിറ്റാമിൻ എ, ഇരുന്നാലും കൊഴുപ്പിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും. വാട്ടർ സോളബിൾ അല്ല. വാട്ടർ സോളബിൾ ആണെങ്കിൽ ആവശ്യത്തിനുള്ള പുറത്ത് കളയും, ഈ ടോക്സിസിറ്റി വരത്തില്ലേ, സ്റ്റോർ ചെയ്ത് വെക്കത്തില്ല. അപ്പോൾ വിറ്റാമിൻ എ നമ്മുടെ ലിവറിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഡെയിലി കഴിച്ചാൽ ഈ ചിക്കൻ ലിവറിൽ പ്രത്യേകത ഭയങ്കര വലിയ അളവിലാണ് വിറ്റാമിൻ എ ഉള്ളത്. അത് ബീഫ് ലിവറിലോട്ടും ബാക്കിയൊക്കെ പോയാൽ അതിനേക്കാളും കൂടും. അപ്പോൾ അത്രയും വലിയ അളവിലുള്ളതുകൊണ്ട് തന്നെ ഒരാഴ്ചയിൽ 100 ഗ്രാമൊക്കെയാണ് നമുക്ക് മാക്സിമം കഴിക്കാൻ പറ്റുന്ന, സേഫായിട്ട് ടോക്സിസിറ്റി വരാതെ കഴിക്കാൻ പറ്റുന്ന ലെവൽ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ വെജിറ്റേറിയൻ ഡയറ്റ് കഴിക്കണോണ്ട് തന്നെ ഇപ്പോൾ ക്യാരറ്റൊക്കെ ഞാൻ എപ്പോഴും കഴിക്കാറില്ല. അതായത് നമ്മൾ ഈ വെജിറ്റബിൾസ് എല്ലാം വാങ്ങുമ്പോൾ ചിലപ്പോൾ ക്യാരറ്റൊക്കെ അങ്ങനെ നോക്കി വാങ്ങാറില്ല. ഇടയ്ക്കിടയ്ക്ക് കഴിക്കും, പ്രധാനമായിട്ട് ക്യാരറ്റൊന്നും അങ്ങനെ കഴിക്കാറില്ല. ഞാൻ എപ്പോഴും പോകാറില്ലേ സാധനം വാങ്ങാൻ. അതുകൊണ്ട് വാങ്ങിച്ചു വയ്ക്കുമ്പോൾ ഈ വിറ്റാമിൻ എക്ക് വേണ്ടി എനിക്ക് ഈ ഡയറക്റ്റായിട്ടുള്ള വിറ്റാമിൻ എ അല്ല വെജിറ്റബിൾസ് അങ്ങനെയല്ല കിട്ടും, അത് കൺവേർട്ട് ചെയ്തുള്ളതാണ്, ബീറ്റാ കരോട്ടിൻ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഈ നോൺ വെജിലുള്ള വിറ്റാമിൻ എ ഡയറക്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ വിറ്റാമിൻ എ യഥാർത്ഥത്തിൽ കഴിക്കുന്നത്, ആഴ്ചയിൽ ഒരു ദിവസം 100 ഗ്രാം വീതം കഴിക്കുന്നത്. അപ്പോൾ ചിക്കൻ ലിവർ വിറ്റാമിൻ എക്ക് വേണ്ടി കഴിക്കുന്നത്. അപ്പോൾ ഈ ചിക്കൻ ലിവറിൽ വിറ്റാമിൻ എ മാത്രമല്ല ഉള്ളത്, ചിക്കൻ ലിവറിൽ ഇരുമ്പ്, അയൺ നന്നായിട്ടുണ്ട്. അനീമിയ എന്ന് പറയുന്ന അവസ്ഥ അറിയാമല്ലോ, വിളർച്ച. ഇപ്പോൾ ചില കുട്ടികളെയൊക്കെ ഹോസ്പിറ്റലിലെ ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ ഡോക്ടറുടെ അടുത്ത് പോകുമ്പോൾ ഇത് വിളർച്ചയാണ്, അപ്പോൾ അവർ സപ്ലിമെൻ്റായിട്ട് വിറ്റാമിൻ അയൺ ടാബ്ലറ്റൊക്കെ കൊടുക്കും. അപ്പോൾ അയൺ ടാബ്ലറ്റ് കഴിക്കുന്നതിന് പകരം ഈ ചിക്കൻ ലിവർ കഴിച്ചാലും അതേ രീതിയിൽ വലിയ അളവിൽ അയൺ ചിക്കൻ ലിവറിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അനീമിയ പോലുള്ള വിളർച്ച പോലുള്ള അവസ്ഥകളൊക്കെ മാറാൻ സഹായിക്കും. അതുപോലെ തന്നെയാണ് ഈ ചിക്കൻ ലിവറിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അത് 9 അവശ്യ അമിനോ ആസിഡുള്ള പ്രോട്ടീനാണ്. പക്ഷെ പ്രോട്ടീന് വേണ്ടി നമുക്ക് ആശ്രയിക്കാൻ പറ്റത്തില്ല, കാരണം വിറ്റാമിൻ എ ടോക്സിസിറ്റി വരും. ഞാൻ പറഞ്ഞ വല്ലപ്പോഴും കഴിക്കുമ്പോൾ അതിൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോളേറ്റ് അടങ്ങിയിട്ടുണ്ട്, പിന്നെ മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, സിങ്ക്, സെലീനിയം, അങ്ങനെയുള്ള മിനറൽസൊക്കെ അടങ്ങിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ ഫുഡാണ് ചിക്കൻ ലിവർ. പക്ഷേ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റില്ല, ആഴ്ചയിൽ ഒരിക്കൽ മാത്രം, പരമാവധി ഒരു 100 ഗ്രാം ആണ് സേഫായിട്ട് കഴിക്കാൻ പറ്റുന്നത്. അതിനുള്ള കാരണം ഈ വിറ്റാമിൻ എ ടോക്സിസിറ്റി കാരണമാണ്. പിന്നെ ഇത് എല്ലാവർക്കും കഴിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് പറ്റത്തില്ല. അത് ഡോക്ടറുടെ അടുത്തൊക്കെ കൺസൾട്ട് ചോദിക്കണം. പിന്നെ ഉള്ളത്
ഈ യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ള ആളുകൾ, ഈ ചിക്കൻ ലിവർ ഹൈ പ്യൂറിനാണ്. അപ്പോൾ ഹൈ പ്യൂറിനുള്ള ഫുഡൊന്നും കഴിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് പിന്നെ ഉള്ള ഈ വിറ്റാമിൻ എ, അതായത് നിങ്ങളിപ്പോൾ വിറ്റാമിൻ എ അടങ്ങിയ വേറെ ഇതുപോലുള്ള ഭക്ഷണമൊക്കെ ഇങ്ങനെ തിന്നുന്ന ആളാണെങ്കിൽ, ഹൈ വിറ്റാമിൻ എ ഉള്ള സപ്ലിമെൻറ്റും എല്ലാം എടുക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ കൂടെ പോയി ലിവർ തിന്ന ടോക്സിസിറ്റി കൂടും. അപ്പോൾ ഒരാഴ്ചയിൽ 100 ഗ്രാം, ഇപ്പം ഞാനൊക്കെ അങ്ങനെയാണ് കഴിക്കുന്നത്. 100 എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും ഇല്ല, ഭയങ്കര വെയിറ്റാണ് ചിക്കൻ ലിവറെ. ഒരു 1-1.5 കഷ്ണമൊക്കെ എടുക്കുമ്പോൾ തന്നെ ഏകദേശം 100 ഗ്രാം ആവും. അത്രയും മതി, അത്ര ചെറിയ ക്വാണ്ടിറ്റിയിൽ കഴിക്കുമ്പോൾ തന്നെ അത്രയും നമുക്ക് കിട്ടും. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഈ ചിക്കൻ ലിവർ കഴിക്കുന്നത്. അപ്പോൾ പലർക്കും തോന്നും മറ്റേ ലിവർ കിങ് എന്ന് പറയുന്ന ബ്രാൻ ജോൺസൺ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ, ഈ ലിവർ കിങ്. അവൻ 2022 അവനെ പിടിച്ച് കള്ളനായിരുന്നു. അതായത് ഈ മൃഗങ്ങളുടെ ടെസ്റ്റിക്കിൾസ് വൃഷണം തിന്നിട്ട് അതാണ് അവൻ്റെ മസിലിൻ്റെ, അവൻ നാച്ചുറലാണ്. അതുപോലെ ലിവർ കിങ് എന്നാണ് അവൻ പേരുപോലും ഇട്ടിരിക്കുന്നത്. അതായത് ലിവറൊക്കെ ഇങ്ങനെ റോ ആയിട്ട് തിങ്ങും പോലെയാണ് കാണിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ അതൊക്കെ ശുദ്ധ അസംബന്ധമാണ്. അത്രയും ലിവറൊക്കെ, അതും റെഡ് മീറ്റിൻ്റെ ലിവർ, ചിക്കൻ്റെ പോലും അല്ല, അതിനേക്കാളും കൂടുതലുണ്ട് റെഡ് മീറ്റിൻ്റെ ലിവറിലൊക്കെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഡെയിലി തിങ്ങുന്നു, അല്ലെങ്കിൽ അവൻ ലിവർ തിങ്ങുന്നു, മൃഗങ്ങളുടെ ടെസ്റ്റിക്കിൾസ് തിങ്ങുന്നു. അപ്പോൾ അത് ഭയങ്കരമായിട്ട് അതാണ് അവൻ്റെ ബോഡിയുടെ സീക്രട്ട് എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ കുറേ സപ്ലിമെൻറ്റ് ബ്രാൻഡൊക്കെ ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്ത് നടന്നവനാണ്. അങ്ങനെ അവൻ 2022 അവൻ പിടിക്കപ്പെട്ടു. ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിവർ കിങ് പിടിക്കപ്പെട്ടതിന് ശേഷം ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ പറയുന്നത് വളരെ വളരെ തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ്. അവൻ പാചകം ചെയ്യാതെയാണ് തിങ്ങുന്നത്. നമ്മൾ ഈ ചിക്കൻ ലിവറൊക്കെ വേവിക്കുമ്പോഴേ അകത്ത് ആ ചുവപ്പ് കളർ വരാൻ പാടില്ല. ആ വെന്ത് കഴിയുമ്പോൾ ആ ഒരു കളർ വരണം. നമ്മളത് വേവിക്കുമ്പോഴും നന്നായിട്ട് വേവിക്കണം, അല്ലെ അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ അവൻ പച്ചയ്ക്ക് റോ ആയിട്ട് തിങ്ങുമ്പോഴേക്കാണ് കാണിക്കുന്നത്. അപ്പോൾ അതുപോലെയൊക്കെ തിന്ന് ഇപ്പോൾ ലിവർ കിങ് തിങ്ങിയല്ലേ, അതൊക്കെ വെറും സ്കാമാണ്, മനസ്സിലായില്ലേ? അവനങ്ങനെ ഡെയിലി തിങ്ങിയൊന്നുമില്ല. അവൻ തിങ്ങുമ്പോൾ കാണിച്ചിട്ട് ചിലപ്പോൾ ഛർദ്ദിച്ച് കളയാനുള്ള എല്ലാം മെഡിസിനും എടുത്ത് ഛർദ്ദിച്ച് കളയും, എന്തെങ്കിലുമൊക്കെ ഉടായ്പകൾ കാണിക്കും. അല്ലാതെ അവൻ ഡെയിലി, അതും ചിക്കൻ ലിവർ പോലും അല്ല, ഈ റെഡ് മീറ്റിൻ്റെ ലിവർ, അങ്ങനെയൊക്കെ തിന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ കാര്യം പോക്കാണ്. വിറ്റാമിൻ എ ഹൈ ടോക്സിസിറ്റി വരും, അങ്ങനെ പ്രശ്നം വരും. ഈ വിറ്റാമിൻ എ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്കും, നമ്മുടെ സ്കിന്നിൻ്റെ ഹെൽത്തിനും, നമ്മുടെ കണ്ണിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വിറ്റാമിൻ എ. നിങ്ങൾക്ക് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച കുറയും. ഞാൻ ഈ പണ്ടത്തെ പുരാതന ഈജിപ്തിലൊക്കെ വായിച്ചിട്ടുണ്ട്. ഇവർ ഈ പിരമിഡിനകത്തൊക്കെ കയറി പോകുമല്ലോ, പിരമിഡിനകത്ത് മൊത്തം ഇരുട്ടാണല്ലോ. അപ്പോൾ അതിനകത്തൊക്കെ പോകുമ്പോൾ ഈ ലിവർ കഴിക്കുന്നത് കണ്ണിനുള്ള കാഴ്ച കൂട്ടുമെന്നുള്ള ഒരു വിശ്വാസവും അത് അവർ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് വിറ്റാമിൻ എയെ കുറിച്ചൊന്നും അറിയത്തില്ല. അപ്പോൾ ഈ മൃഗങ്ങളുടെ ലിവർ കഴിച്ചാൽ കണ്ണിന്, ഈ പിരമിഡിനകത്ത് കയറി പോകുമ്പോൾ കണ്ണിന് നല്ല കാഴ്ച കിട്ടും. അല്ലെങ്കിൽ ഈ ലിവർ കഴിക്കാതെയൊക്കെ ഇരുന്ന അവർക്ക് ചിലപ്പോൾ ക്യാരറ്റോ ഉള്ള സാധനം കിട്ടൂല. അപ്പോൾ അതുവഴി കിട്ടിയെങ്കിൽ ബീറ്റാ ക്യാരറ്റിൻ കൺവേർട്ട് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ അത് കിട്ടാത്തതുകൊണ്ട് വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി വരുമ്പോൾ കണ്ണിൻ്റെ കാഴ്ച കുറയും. അപ്പോൾ അതൊക്കെ പണ്ട് മുതലേ ഈജിപ്തുകാരൊക്കെ അങ്ങനെ കഴിച്ചിരുന്നു, മൃഗങ്ങളുടെ ലിവറൊക്കെ കഴിച്ചിരുന്നു. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ലിവർ എന്നുള്ളൊരു സൂപ്പർ ഫുഡാണ്. പക്ഷേ ആഴ്ച ഒരിക്കൽ നിങ്ങൾ ചെറിയൊരു ക്വാണ്ടിറ്റി, ഒരു 100 ഗ്രാം ആഴ്ചയിൽ ഒരു ദിവസം കഴിച്ചാൽ മതി. വിറ്റാമിൻ എയുടെ കാര്യത്തിൽ ഓക്കെ ആവും. ഇനി എല്ലാവരും കഴിക്കരുത്. ഇപ്പോൾ ഗർഭിണികളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രത്യേക അവസ്ഥകളുള്ള ആൾ, ഞാൻ പറഞ്ഞല്ലോ, കൊളസ്ട്രോളിൻ്റെ പ്രശ്നം, പ്യൂറിൻ മറ്റേ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം, എല്ലാവരും കഴിക്കരുത്. അല്ലാതെ ഇപ്പോൾ ഹെൽത്തി ആയിട്ടോ വർക്കൗട്ടൊക്കെ ചെയ്യുന്ന വേറെ ഹെൽത്ത് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത ആളുകൾക്ക് നിങ്ങൾ വേറെ വിറ്റാമിൻ എ അടങ്ങിയ ഭക്ഷണമോ, പിന്നെ വേറൊരു മീൻ ഗുളികയുണ്ട്. പല ആളുകളും ഇപ്പോൾ എൻ്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യുന്ന പല ആളുകൾക്കും ഈ മീൻ കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് ഫിഷ് ഓയിൽ റെക്കമെൻഡ് ചെയ്തപ്പോൾ അവരിങ്ങനെ ചോദിക്കാറുണ്ട്. ഈ മെഡിക്കൽ സ്റ്റോറിൽ ചെന്നിട്ട് കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്ന ഒരു മീൻ ഗുളികയുണ്ട്. കോഡ് ലിവർ എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലായിട്ടുള്ളത് വിറ്റാമിൻ എയും വിറ്റാമിൻ ഡി ഒക്കെയാണ്. അപ്പോൾ ഈ മീൻഗുളി, ഈ കോഡ് ലിവർ ഓയിൽ എന്ന് പറയുന്ന മീൻഗുളി തിങ്ങുന്ന ആളുകളും ലിവർ തിങ്ങല്ല. അതും കൂടെ ഞാൻ ഇപ്പോൾ ഓർമ്മിച്ച് പറയണം. അതും പണിയാണ്. കാരണം ഈ കോഡ് ലിവർ ഓയിൽ വിറ്റാമിൻ എ നല്ലോണം ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ആ ടോക്സിസിറ്റി കൂടും. വിറ്റാമിൻ എ ടോക്സിസിറ്റി ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ വേറെ ഒരു വിറ്റാമിൻ എ ഫുഡും അങ്ങനെ കഴിക്കാത്ത, ഇപ്പോൾ എന്നെ പോലുള്ള ആളുകൾ, ഇപ്പോൾ ഞാൻ ക്യാരറ്റ് പോലും അങ്ങനെ കഴിക്കത്തില്ല. ഇനിയിപ്പോൾ ക്യാരറ്റ് ഞാൻ കഴിക്കുമെന്ന്, അങ്ങനെ കൂടുതൽ കഴിക്കുമെന്നുള്ള ദിവസത്തിൽ ഞാൻ ചിലപ്പോൾ അതിനനുസരിച്ച് ഈ ചിക്കൻ ലിവർ എൻ്റെ അളവ് ചിലപ്പോൾ കുറയ്ക്കും. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചിലപ്പോൾ ആഴ്ചയിൽ ഒരിക്കലേ ക്യാരറ്റ് കഴിക്കുകയുള്ളൂ. അപ്പോൾ അതൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ ചിക്കൻ ലിവർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സൂപ്പർ ഫുഡാണ്. ഒരു ലിവർ തന്നെ കഴിച്ചാൽ തന്നെ വലിയ അളവിലാണ് വിറ്റാമിൻസും മിനറൽസും വിറ്റാമിൻ എ ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സൂപ്പർ ഫുഡ് കഴിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഇത് നിർത്തിയിട്ട് പിന്നെ ക്യാരറ്റ് കഴിക്കുക എന്ന് പറഞ്ഞാൽ ക്യാരറ്റൊക്കെ എപ്പോഴും വാങ്ങാൻ പോകാനും കുക്ക് ചെയ്യാനൊക്കെ മെനക്കേടാണ്.
ഇതാകുമ്പോൾ ആഴ്ചയിൽ ഒരിക്കൽ അങ്ങ് തിന്നാൽ മതിയല്ലോ. തിരുവനന്തപുരത്ത് നിങ്ങളുടെ കയ്യിൽ ആക്രി സാധനങ്ങൾ ഉണ്ടെങ്കിൽ www.scrapset.com എന്ന വെബ്സൈറ്റിൽ ഉടനെ തന്നെ ബുക്ക് ചെയ്യുക.